ഹായ്, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ പണി പാളിയതുപോലത്തെ ഒരവസ്ഥയാണ് ഉള്ളത്. ഞാൻ കാണിച്ചു തരാം. ഭയങ്കര മഴ ഗൈസ്, എന്ത് ചെയ്യുമെന്ന് പറയണേ. അങ്ങോട്ട് നോക്കും, ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടെല്ലാം കുറ്റാല അരുവി പോലെയായി. വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഒന്നാം തരം വെള്ളച്ചാട്ടം. കണ്ടിട്ട് തന്നെ ഒരു മാതിരിയാവുന്നു. നോക്കൂ, കുറ്റാലത്തൊന്നും പോകണ്ടെന്ന് തോന്നുന്നു, അതുപോലത്തെ വെള്ളച്ചാട്ടം. എന്ത് ചെയ്യുമെന്നേ. ഈ ചെറിയൊരു സ്ഥലമായിരുന്നു അത്, അതിൽ കൂടെ ഇത്രയും ഒഴുകി ഇത്രയും വലിയ രീതിയിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ദൈവമേ, എന്ത് ചെയ്യുമെന്ന് പറയണേ. എനിക്കാണെങ്കിൽ ഒരു പ്രാവശ്യം ഇവിടെ 2000 എത്രയായിരുന്നു അത്, 18 തോന്നുന്നു, മൊത്തത്തിൽ വെള്ളം പൊങ്ങിയ സമയം കേരളം മൊത്തം വെള്ളമായിട്ട്. അന്ന് ഇങ്ങനൊന്നുമല്ല ഞങ്ങളുടെ വീട്, സാധാ ഒരു തേച്ചിട്ടൊന്നും ഇല്ലായിരുന്നേ ഉള്ളൂ. 2 ഫാമിലി ഇവിടെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ഒന്നോർത്ത് അവരുടെ സങ്കടം സമയവും നമ്മുടെ സങ്കട സമയവും ഒക്കെ ആയിരുന്നു. എന്നാൽ പോലും അന്ന് എനിക്കൊരു ജോലിയുള്ളതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടോ പട്ടിണിയോ ദാരിദ്ര്യമോ ഒന്നും അനുഭവിക്കേണ്ടി വന്നില്ല. നമ്മളെല്ലാവരും കൂടെ ഇവിടെ അടിച്ച് പൊളിച്ച് സന്തോഷത്തോടു കൂടി കട്ടൻ ചായയും കുടിച്ച് ചോറും വെച്ച് കറിയും വെച്ച് എല്ലാവരും കഴിച്ചുകൊണ്ട് നടന്നു. അവരെ ആരും നമുക്കറിയത്തില്ലായിരുന്നു. എങ്കിൽ പോലും അന്ന് ആ ഒരു അവസ്ഥയിൽ ഒരു 2 ഫാമിലിക്കൊക്കെ വലിയ ഇടമൊന്നുമില്ല, 2 ബെഡ്റൂമും ഒരു ഹാളും മാത്രമേ ഉള്ളൂ. വന്ന് ഞങ്ങളുടെ വീട്ടിൽ തങ്ങാൻ പറ്റുന്നവർ വന്ന് തങ്ങാമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് എന്നെ വിളിച്ചു, നിവർത്തി കെട്ടിട്ടാണ് വിളിച്ച് ധൈര്യമായിട്ട് കയറി പോന്നേക്കാൻ പറഞ്ഞു. അവരെന്തായിരുന്നാലും കയറി വന്ന് ഇവിടെ ഒരു 10-20 ദിവസത്തോളം ഉണ്ടായിരുന്നു. പാവം. ഇപ്പം അവിടെ ആലപ്പുഴയിലെല്ലാം എല്ലാവർക്കും വെള്ളപ്പൊക്കവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ആരും തന്നെ കാണില്ല. ആരും നോക്കാനില്ലാത്ത ഏതെങ്കിലും അമ്മമാരോ ആരെങ്കിലും കാണും. നമ്മുടെ വീട് വലിയ വീടും അരമനയും കൊട്ടാരമൊന്നും അല്ല. എങ്കിലും അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവർക്കെങ്ങും പോകാൻ നിവൃത്തിയൊന്നുമില്ലെങ്കിൽ ഇങ്ങോട്ട് 1-2 പേർക്ക് കിടക്കാനുള്ള സൗകര്യവും കാര്യങ്ങളേ ഉള്ളൂ. ഇവിടെ വരികയാണെങ്കിൽ ഈ വാതിൽ തുറന്ന് കിടക്കും. ഓക്കെ, ഞങ്ങളുണ്ടാൽ അവരും ഉണ്ട്, ഞങ്ങൾ പട്ടിണിയാണോ അവരും പട്ടിണിയായിരിക്കും. അതാണ് ഇത്. അപ്പോൾ ഗൈസ്, എല്ലാവരും സൂക്ഷിച്ചും കണ്ടു നിൽക്കുക. ഭഗവാൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആലപ്പുഴ ജില്ല മുതലാണ് എല്ലാവർക്കും പ്രശ്നമാണ്. കടൽ തീരത്തും കായൽ തീരത്തൊക്കെ ഉള്ളവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ്. ഭഗവാനെ ആർക്കും ഒരാപത്തില്ലാതെ കാക്കട്ടെ. കാറ്റ് വരെ അടിക്കുന്നു. അപ്പോൾ ശരി ഗൈസ്, ബൈ.